മുംബൈക്കടുത്ത് ബോയ്സറിൽ വാതക ചോർച്ച 4 തൊഴിലാളികൾ മരിച്ചു. 2 പേർ ഗുരുതരാവസ്ഥയിലാണ്. താരാപൂർ MIDCയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് വാതക ചോർച്ചയുണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഇത് വലിയ തോതിൽ ആ മേഖലയിൽ ഭീഷണി ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ 4 തൊഴിലാളികൾ മരിച്ചു, 2 പേർക്ക് ഗുരുതരമായി അവർ പരിക്കോടെ ചികിത്സയിലാണ്. എപ്പോഴായിരുന്നു സംഭവം? എന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ ആ മേഖലയിൽ ഇപ്പോൾ? വിജയകുമാർ, ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. മുംബൈയിൽ നിന്ന് ഏതാണ്ട് 130 കിലോമീറ്റർ അകലെയാണ് ബോയ്സറിലെ ഈ താരാപൂർ MIDC വ്യവസായ വകുപ്പിന് കീഴിലുള്ള പ്രത്യേക വ്യവസായ മേഖലയാണ്. ഇവിടെ വിവിധ കമ്പനികളുടെ ഫാക്ടറികളും മറ്റും പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് മെഡ്ലി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന മരുന്ന് കമ്പനിയുടെ ഉൽപാദന കേന്ദ്രം ഉണ്ടായിരുന്നത്. അതിലൊന്നിലാണ് ഈ തരത്തിൽ വാതക ചോർച്ച ഉണ്ടാവുന്നത്. മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനിടെ വാതക ചോർച്ച ഉണ്ടാവുന്നു. 8 തൊഴിലാളികൾക്ക് അതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിൽ 8 പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ 4 പേർ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ചികിത്സയിലുള്ളവരിൽ 2 പേരുടെ നില കൂടി ഗുരുതരമാണ് എന്നുള്ള വിവരം വരുന്നുണ്ട്. സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, പാൽഘർ ജില്ലയിലാണ് ഈ മേഖല വരുന്നത്, അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഈ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിലാണ്. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്, എന്താണ് പറ്റിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നൈട്രജൻ വാതകം ചോർന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അവിടെ ഇപ്പോൾ ഒരു അപകട സാധ്യത ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാതകം വലിയ തോതിൽ അങ്ങ് പടർന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഫാക്ടറിക്കുള്ളിൽ ജോലി ചെയ്ത തൊഴിലാളികൾക്കാണ്, ജീവനക്കാർക്കാണ് ജീവൻ ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.